PR ടീമുകളുടെ വീണ്ടും തെരുവിളി നമ്മുടെ കമൻറ്റ് ബോക്സ് നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നു. എന്തുകൊണ്ടാണ് നമ്മൾ രേണു സുധിയെ വിമർശിച്ചത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിയിട്ടൊരു കാര്യം സാധിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ആദ്യമൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും അറിയിക്കണം. അപ്പോൾ ഈ തെറി കമൻറ്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. അല്ലാത്തവരൊന്നും രാത്രി ഈ വിഷമിച്ചിരുന്ന് കാണണ്ട കേട്ടോ. കാരണം ഞാൻ ഈ തെറി കമൻറ്റ് പറയുന്നവർക്ക് ഒരു 10 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പം രേണു സുധി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞാനിങ്ങനെ വിമർശിച്ചതെന്ന് പറഞ്ഞാൽ, രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചിരുന്നു ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഈ ഹൗസിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? വീട് വെച്ച് കൊടുത്ത ആൾക്കാർ ഒരു ചോർച്ചയുണ്ട്. അവർ പരസ്യമായിട്ട് വന്ന് പറയുവാണ്. യൂട്യൂബ് ചാനലുകാർ ചോദിക്കുക, നിങ്ങളുടെ വീട് ചോർച്ചയുണ്ടോ? ഞങ്ങളുടെ വീട് ചോരുന്നു, അതുപോലെ തന്നെ ഋതപ്പൻ്റെ റൂം ചോരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തോ ഒരു പച്ച നുണയാണ്. ഒരു ശീതാനം അടിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ നല്ല തന്നെ കൊല്ലമൊക്കെ പറഞ്ഞ ശീതാനം അടിച്ച് ഇങ്ങനെ എന്താ ഈ കാറ്റടിക്കുമ്പോൾ മഴവെള്ളം വീഴുമല്ലോ, അതുപോലെ ശീതാനം അടിച്ച് വീണതിനാണ് ഈ മഴ ചോരുന്നു എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് ഒരാൾക്കാർ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോരുന്ന വീട് വെച്ചു കൊടുത്തു എന്നായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ്റെ നേരെയായി. അപ്പോൾ മറുനാടൻ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, അയാൾ വെറും ഒരു യൂട്യൂബർ, വിവരമില്ലാത്ത യൂട്യൂബർ എന്നുള്ള രീതിയിൽ വളരെ തറയായിട്ടാണ് സംസാരിച്ചത്. ആ രേണു സുധിയൊന്നും ഇവിടെ ബിഗ് ബോസിനകത്ത് ഭയങ്കര വേറൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രേണു സുധിയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ടു. അതിനുശേഷം പിന്നീട് എന്താ പറയുക, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ബിഷപ്പ്, നമ്മൾ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതം ആയിക്കോട്ടെ, നമ്മൾ ഓരോ പുരോഹിതന്മാരെയും, അതിപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരായിരിക്കും, ക്രിസ്ത്യൻ മതപണ്ഡിതന്മാരായിരിക്കും, ഹിന്ദു മതപണ്ഡിതന്മാരായാലും, നമ്മൾ എല്ലാ മതത്തിനെയും ഒരുപോലെ ചേർത്ത് വയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ മതപണ്ഡിതന്മാരെ നമ്മൾ ഭയങ്കര ഞാൻ ഭയങ്കര റെസ്പെക്റ്റോട് കാണുന്നത്. എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് കേട്ടോ. എൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ എന്നെ പഠിപ്പിച്ചേക്കുന്ന എല്ലാ മതക്കാരെയും ഭയങ്കര, എൻ്റെ അച്ഛൻ ഏറ്റവും അടുത്ത ഫ്രണ്ട് തന്നെ ഒരു മുസ്ലിം കായ്ക്കയായിരുന്നു കേട്ടോ, ഏറ്റവും അടുത്ത ഫ്രണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാം, എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ പിന്നെ മുസ്ലിം, ക്രിസ്ത്യൻ, അതിനൊക്കെ വേളാങ്കണ്ണി മാതാവ്, മക്ക മദീന, അതേപോലെ കൃഷ്ണൻ, ഇതെല്ലാം വെച്ചേക്കുന്ന ഒരു പൂജാമുറി ഉള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചും വളർന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മതം എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയതാണ്. നമ്മുടെ എല്ലാം കൈമുറിക്കുമ്പോൾ ഒരേ കളറാണ്. ഇത് എത്ര പേര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ഒരു ബിഷപ്പിനെയൊക്കെ വളരെ മോശമായിട്ട് അയാളുടെ ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും പറയത്തത്. ആ ബിഷപ്പ് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന പുരയിടം, ആ പുരയിടത്തിൻ്റെ ഹൃദയഭാഗത്ത് 7-8 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് വസ്തു കൊടുക്കാൻ വേണ്ടി, കാരണം അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കിട്ടുന്ന കമൻസ് ഒക്കെ വേണ്ടി എത്രയോ ആൾക്കാർ, എത്രയോ സ്ത്രീകൾ, ഭർത്താവില്ലാത്ത എത്രയോ സ്ത്രീകൾ കുഞ്ഞു മക്കളുമായിട്ട് ടാർപ്പ കെട്ടിയും ചോരുന്ന വീട്ടിലും ഒക്കെ, ചോർന്നൊലിക്കുന്ന വീട്ടിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വീടില്ലാതെ എത്രയോ പേര് വാടക പോലും കൊടുക്കാൻ കഴിവില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതങ്ങനെ കിട്ടുമ്പോൾ വളരെ സന്തോഷമായിട്ട് അവരത് ജീവിക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയും ചീത്ത പറഞ്ഞു. അതിനുശേഷം ഇവരുടെ മൂത്ത മകൻ എന്ന് അവകാശപ്പെടുന്ന പയ്യൻ പിന്നെ അവിടെ ചെന്ന് വീഡിയോ എടുത്തിട്ട് അതും ഒരു ഡ്രാമയായിട്ടാണ് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ വീഡിയോ എടുത്തു? അവന് വളരെ കുറച്ച് ഒരു 4000 മറ്റോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിരുന്നു അത്. ഞാനത് ആ സമയത്ത് കണ്ടതാണ്. ഞാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഞാൻ വെച്ചോ 10,000-4000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്തെങ്കിലും മോണിറ്റൈസേഷൻ ആയി കാണുമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇട്ടത്. അത് സുധിയുടെ, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മിമിക്രി കലാകാരനാണല്ലോ അയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതും ട്രോഫിയും സാധനങ്ങളും എല്ലാം ചാക്കിനകത്ത് കെട്ടി കട്ടിലിൻ്റെ കീഴിലേക്ക് കളഞ്ഞിരിക്കുന്നു. അയാൾക്ക് മക്കൾക്ക് വേണ്ടി ാണല്ലോ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര വികാരമായി. അപ്പോൾ അതുകൊണ്ട് എന്താ, അവനും നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി, ഒരുപാട് ഫോളോവേഴ്സൊക്കെ കിട്ടി, അവനും നല്ല ഒരു സെറ്റപ്പിലേക്ക് എത്തി അല്ലേ. 1 ലക്ഷം, 8 ലക്ഷം 7 ലക്ഷം ആൾക്കാർ കണ്ടു, 1 ലക്ഷം 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു ഡ്രാമയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ അതിനിപ്പോൾ ആരെ താറടിച്ച് കാണിച്ചാലും എങ്ങനെയെങ്കിലും പോകണം എന്ന് ചിന്തിക്കുന്നത്. ഞാനും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കള്ള് കുടിച്ച കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ PR വർക്കുകളുടെ ചീത്തവിളിയൊക്കെ കേൾക്കുമ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നില്ല.
ഞാനിതിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ വിളിക്കുന്ന വീണ്ടും നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് മോശമായിട്ട് വിളിക്കുവാണ്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ആ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവർ ഫുൾ ഫേക്കാണ്. ഇവർ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥൂല ശരീരത്തിൽ ഈ 100 ഗ്രാം അവരുടെ ആൾക്കാർ തന്നെ പറയുന്നതാണ്, ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നില്ല, 100 ഗ്രാം ആകപ്പാടെ വെയിറ്റ് ഉള്ള ഈ ശരീരത്തിൽ ആ തലച്ചോറ് നിറച്ച് ദുഷ്ടബുദ്ധി നിറഞ്ഞിരിക്കുകയാണ്. പോരാന്ന് കുറേ പേനും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എപ്പോഴും തലയും ചൊറിഞ്ഞിരിക്കുകയാണ്. ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ എപ്പോഴും മികച്ച ഇവിടെയും പുറത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ സകലമാന ആൾക്കാരെയും ചീത്തയും വിളിച്ച് തന്തയ്ക്കും വിളിച്ച് ബിഹേവും ചെയ്യാത്ത ഈ വ്യക്തി ഇവിടുന്ന് തന്നെ നെഗറ്റീവ് അടിച്ചു പോയി. അതിനകത്തെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന വിധവയല്ലേ സ്ത്രീ, ഭർത്താവില്ലാത്ത എത്രയോ സ്ത്രീകൾ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വളർത്തുന്ന ആൾക്കാരാണ്. നമ്മളെ മോനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിത്തത്തിൻ്റെ കാൽഭാഗം പഠിത്തത്തിൽ 10-18 വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നീട് പഠിച്ചു ഉയർന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലെല്ലാം അത്യാവശ്യം എഡ്യൂക്കേഷൻ എല്ലാം നേടി പ്രൊഫഷണൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ എത്രയോ ആൾക്കാരുണ്ട്. അതിൽ സ്ത്രീകൾ നമുക്ക് പ്രൗഡാണ്. ഏത് ജോലിയും ചെയ്യാം, അന്തസ്സായിട്ട് ഏത് ജോലിയും ചെയ്യാം. പക്ഷെ നെഗറ്റീവ് അടിച്ചിട്ട് ആ ഒരു ജോലി ചെയ്താൽ നെഗറ്റീവ് ഒരു ഫെയിമിൽ കയറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു ചിന്താഗതിയാണ്. പിന്നെ ഈ കള്ളം പറയുക, ഒരു വാക്ക് ഇപ്പം പല ചാനലുകളിലും പലതരത്തിലുള്ള വയസ്സാണ്. ഈ ജാക്കുച്ചിൻ്റെ വയസ്സ് നമുക്ക് അറിഞ്ഞിട്ട് അതിന് ഇനി കല്യാണാലോചനയും കൊണ്ട് നമുക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. അതിൻ്റെ വയസ്സിലുണ്ട്. പക്ഷെ അത് പറയുന്ന എല്ലാം കള്ളമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് ഏതാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ? അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ കോഴ്സിനെ കുറിച്ച്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടേഷൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്ന ആളാണ്. എല്ലാ വർഷവും ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ കോഴ്സിനെ കുറിച്ച് അറിയാം. ITI പോളിടെക്നിക്കിൽ പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷത്തെ 3 വർഷ കോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ജനറൽ ഡിപ്ലോമ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ മിഡ് വൈഫറി ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ജനറൽ നഴ്സിംഗോ? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ +2 സയൻസ് എടുക്കണമെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. +2 സയൻസ് ഉണ്ടെങ്കിൽ ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അല്ലാത്ത അറിവൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിനക്കൊക്കെ വിവരം ഉണ്ടോടി, മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പെരുവരലൊന്ന് മുകളിൽ വരെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വലിച്ചു കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സംയമനത്തോടു കൂടി ഇപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെറി പറയുന്ന ആൾക്കാരോടാണ് കേട്ടോ, നമ്മളെ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ വളരെ മോശമായതുകൊണ്ടാണ് ഇവർ വിമർശിക്കുന്നത്, ഈ സ്ത്രീയെ വിമർശിക്കുന്നത്. അതുപോലെ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ടും അവർ ഹൗസിനുള്ളിൽ പോയി നമ്മളെല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അവർ ഹൗസിനുള്ളിൽ പോയി നാടകമാണ് കളിക്കുന്നത്. അവർ കളിക്കുന്നുണ്ടോ ചുമ്മാതെ സുധിച്ചേട്ടാ ഇപ്പം പറയുന്നത് കൽപ്പന ചേച്ചി സുചേച്ചന ഉണ്ടല്ലോ അല്ലേ, കൽപ്പന ചേച്ചി കൂടെ ഉണ്ടല്ലോ അല്ലേ, എന്തെന്തോന്ന് ഈ മാനസിക പ്രശ്നം വല്ലതും ആണോ? കാരണം ഞാൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പം ഈ മാനസിക പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ? എനിക്ക് അങ്ങനെ ഒരു തോന്നല്ലോ കേട്ടോ. ഹലോ, ഓൾറെഡി ഡിപ്രഷൻ മരുന്ന് കഴിച്ച് മാനസിക പ്രശ്നമുള്ള ലേഡിയാണ്, വൈഫാണെന്ന് അങ്ങേര് വന്ന് എന്നെ പറഞ്ഞ അവസ്ഥ മനുഷ്യൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ പ്രൂഫുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയുന്നതിന് പ്രശ്നമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം രേണുസുതിയെ കുറേ പേരങ്ങ് വിട്ടേക്കുവാണ്. കാരണം പേടിച്ചിട്ടായിരിക്കും, ഈ ഗുണ്ടകൾ ആക്രമിക്കുവോ അല്ലെങ്കിൽ ഭീഷണിയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും. ഈ ഗുണ്ട ഇതാരാണ് PR ടീമിൻ്റെ തലവെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ആരോ അയച്ചു തന്നു കേട്ടോ, ഇങ്ങനെ എന്തോ ഏതോ ഒരു കമ്പനിയുടെ ഏതോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ഇങ്ങനെ ഇട്ടേക്കണു മെസ്സേജ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് എന്ന്. അത് കാണുന്നില്ല, അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതോ പ്രതീക്ഷയാണോ അതോ കിച്ചു ആണോ? ഇതൊക്കെയാണ് സംശയം. കാരണം ഇത്രയും വിവരമില്ലായ്മയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള എൻ്റെ സംശയം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ മരക്കഴുത PR ഹെഡ് എന്ന് പറഞ്ഞത്. ഒരു മരക്കഴുത എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ, അത്രയ്ക്കും വിവരമില്ലാത്ത ഒരുത്തനാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നാട്ടുകാരെ മറ്റുള്ളവരെ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നവരുടെ പോയിട്ട് അവരെ തെറി വിളിക്കാനോ അല്ലെ അവരെ മോശമാക്കാനോ. ഇതിനെ ഞങ്ങൾക്ക് രേണുസുതി ഇപ്പം അല്ലാതെയും കമൻറ്റ് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പം മാന്യമായിട്ട് രേണുസുതി, ഞങ്ങൾക്ക് രേണുസുതിനെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് പറയാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അവർ ഇതാണ് എന്ന് പറയുന്നു. ഇത് നമ്മളെ നീ ആരടി, വിവരം ഉണ്ടോടി നിനക്ക്, മറ്റേതാടി മറിച്ചേതാടി, അയ്യോ എൻ്റെ ദൈവമേ. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ സംസാരം നമ്മളിപ്പോൾ ബിഗ് ബോസ് കേൾക്കുന്നതാണല്ലോ. ഒരുമാതിരി ഇല്ല, എന്താ പറയണേ,
അത് ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും ഫീൽ ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വാക്കുകൾ. നമ്മളെപ്പോഴും പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും എപ്പോഴും വൺസ് അഗൈൻ ഒരു പ്രാവശ്യം, ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ചിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ, പറയാവുള്ളൂ എന്നാണ് എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ കുഞ്ഞുനാൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം പറയുന്ന വാക്കുകൾ ഒന്നും കൂടി ആലോചിക്കും. പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ കൈവിട്ട് പോകും, അത് സത്യമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിരുന്നിട്ട് ഈ പെങ്കൊച്ച് തല ചൊറിയുന്നു. പിന്നെ ഈ ഒരു ദിവസം അവിടെ അനുമോള വേറെ ആരോട് പറയുന്നത് ഞാൻ കേട്ടതാണ്, പേൻ ഇങ്ങനെ അവിടെ എല്ലാം പേൻ പറന്ന് വീണെന്ന്, പേൻ ഉരുണ്ട് താഴെ വീണെന്ന്, പത്രമാത്രം പേൻ ഇങ്ങനെ പുഴുത്ത് കിടക്കുകയാണ്. പിന്നെ ഫുഡിൽ മുടി വീണു. ഈ കിച്ചണിൽ തന്നെ മുടി അഴിച്ചിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത ആൾക്കാർ ഇരിക്കുന്നവർ അറിയുന്നില്ല ഇതിൻ്റെ തലയിൽ നിന്നാണ് പേൻ കയറുന്നത്. അത്ര വൃത്തിയില്ല. ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡ്രസ്സ് 2 ഡ്രസ്സ് കൊടുത്തു. നമുക്കിപ്പോൾ ഇന്ന് 2 ജോഡി ഡ്രസ്സും കൊണ്ട് എത്രയോ ആൾക്കാർ പണ്ട് എന്തിനാണ് വലിയ നമ്മുടെ നാട്ടിലെ തന്നെ വലിയ ലെവലിൽ ജീവിച്ചവർ 1 ജോഡി 2 ജോഡി ഡ്രസ്സ് ഇട്ടാണ് ജീവിച്ചത്. ഇപ്പോൾ ഒരു 2 ജോഡി ഡ്രസ്സുണ്ട്. വലിയ കല്ല് കീറുന്ന പണിക്കൊന്നും പോണ്ട. 1 ജോഡി ഇന്നിട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് കുളിച്ചിട്ട് ഇന്നങ്ങ് കഴുകി ഇട്ട് കഴിഞ്ഞാൽ നാളെ അതിടാം. അപ്പോൾ കുളിക്കുകയില്ല, കഴുകുകയില്ല, ആ വൃത്തിയില്ലായ്മയിൽ തന്നെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി. അത്രയാളെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടു. ബാക്കിയുള്ള മിക്കവാറും എല്ലാവരും കുറച്ചുകൂടെ അവർക്ക് 2 ജോഡി ഡ്രസ്സുണ്ട്, പക്ഷേ അവർ അത്യാവശ്യം വൃത്തിയിലാണ് നടക്കുന്നത്. ഇത് എപ്പോഴും തലയിൽ ഇങ്ങനെ കൈവച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും ചൊറിയണം. ഞാൻ കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ എപ്പോഴും എന്ത് സംസാരിച്ചാലും തല ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ആ തല ചൊറിഞ്ഞ കൈ കൊണ്ട് തന്നെയാണ് ഫുഡ് വാരി കഴിക്കുന്നത്. ഇന്നലെയൊക്കെ ജയിലിലൊക്കെ ആ തല ഇങ്ങനെ ചൊറിയുന്ന അത് ചെയ്യുന്നത്, എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെയാണ് കഞ്ഞിയും ചമ്മന്തി ഇങ്ങനെ വാരി കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും വൃത്തിയില്ല. നമ്മൾ ജാസ്മിൻ ജാഫറിനെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ പഴയ ചാനലിൽ ജാസ്മിനെയൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് ജാസ്മിൻ ഇങ്ങനെ കാലിലെ നഖം കടിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവത്തില്ല. അതേപോലെ ഒരു വൃത്തിയില്ലായ്മയാണ് രേണുവിലും കാണുന്നത്. സ്വന്തമായിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഒരു പ്രധാനമാണ്. അത് കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഒരു കുറ്റമാവരുത്. പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞത് തെറ്റാണ്. എല്ലാം കള്ളമാണ്, ഫുള്ള് കള്ളമാണ്. ഈ കൊച്ച് പിന്നെ 10ാം ക്ലാസ് പാസ്സായെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ് കേട്ടോ. ചിലപ്പം പാസ്സായിട്ടുണ്ടാവും, +2 പാസ്സായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നു, കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് +2 പാസ്സായിട്ടില്ലെന്ന്. അതും എനിക്ക് സംശയമാണ്. പിന്നെ ഏവിയേഷന് 10ാം ക്ലാസ് മതിയെന്ന് പറയുന്നത്, അതിന് എനിക്കറിയത്തില്ല. +2 കഴിയണമെന്നറിയാം. എല്ലാ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന +2 ആണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത് കേട്ടോ. കാരണം നമ്മളൊക്കെ കോളേജും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇത് വളരെ ഒഫീഷ്യലായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഈ കൊച്ച് പിന്നെന്താണ് അതിപ്പോൾ അവിടെ നിൽക്കട്ടെ, അതിനെ ഔട്ടാക്കാതിരിക്കുക, അത് കപ്പും കൊണ്ട് വരിക, അത് അതിൻ്റെ കാര്യം. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഈ ഒരുത്തൻ പ്രജീഷ് എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ, അവൻ എന്താ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഷോർട്ട് ഇങ്ങനെ കണ്ടപ്പം റീലിൽ ഈ കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ റീലിൽ ഇങ്ങനെ കിട്ടുന്നത്. റീൽസ് എന്ന് പറയുന്നത് ഞാനൊക്കെ റീൽസ് എടുക്കുന്നത് നമ്മളെ വീട്ടിൽ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും കോപ്പറേക്കണം. അതൊക്കെ ഒരു പുറത്ത് റീൽസ് പിടിച്ചിട്ട് അതെടുത്ത് ഇട്ടിട്ടാന്ന് തോന്നുന്നു വൈറലായതൊക്കെ. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ഒരുത്തൻ ഇപ്പോൾ വന്നിരുന്നിട്ട് മുടി വീണതിൽ ചോറിൽ മുടി വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫിറോസ് എന്ന് പറയുന്ന ആളിനെ വീട് വെച്ച് കൊടുത്ത ആളിനെ ചീത്ത പറയുന്നു. പിന്നെ അതൊക്കെ ഞാൻ ബിഷപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ബിഷപ്പിൻ്റെ വീഡിയോയ്ക്ക് അത് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തി, ബിഷപ്പിൻ്റെ വീടിനടുത്ത് ഗുണ്ടകൾ ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഷപ്പ് പറയുന്ന ജീവന് ഭീഷണി ഉണ്ടെന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറയുന്നു. ഇതൊക്കെ എന്തോന്നിടെ ഞാൻ ആലോചിക്കുമ്പോൾ, അപ്പോൾ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇപ്പം ബിഷപ്പ് എന്ന് പറയുന്നത്, ബിഷപ്പ് ഒരു സമുദായത്തിൻ്റെ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആരാധ്യനായിട്ടാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ആരാധ്യനായ ഒരു മനുഷ്യനെയൊക്കെ കൊല്ലാനൊക്കെ അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊക്കെ കൊട്ടേഷൻ കൊടുത്ത് അവിടെ ഗുണ്ടകളൊക്കെ ചെല്ലുന്ന ഇത്ര ശോഷിച്ച ഒരു സ്ത്രീക്ക് ഇതിനൊക്കെ സാധിക്കുമോ? അല്ലെ ഇവരിങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന പാവമാണെന്ന്. എന്ത് പാവമാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ? എങ്ങനെയാണ് പാവമാവുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർ ചിലപ്പം പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ ഒരുപാട് പേരെ ഇന്ന് കടം വാങ്ങിച്ച ആ കടം ചോദിച്ച ആൾക്കാരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്നു. വാടക കുടിശ്ശിക ചോദിച്ചവരോട് പറയുന്നുണ്ട്, കല്ലറയിൽ പോയി അങ്ങേരോട് ചോദിക്കാൻ, ചത്തുപോയി അയാളോട് ചോദിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയും സംസാര രീതികളും കൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നത്. ഇവരുടെ നാക്ക് ആദ്യം നന്നാവണം. ഞാൻ നേരത്തെ പറയുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും ആലോചിച്ച് പറയണം. ഇത് പറയാത്തതുകൊണ്ട് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ വന്ന് മറുപടി പറയാൻ വരുമ്പോഴും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ ആരോടാണ് പറയുന്നത്, ഒരു സമൂഹത്തോടാണ് പറയുന്നത് മനസ്സിലാക്കാതെ പറയുമ്പോഴുമാണ് ഈ കൊച്ചിന് ഇത്രയും വിമർശനം ഉണ്ടാവേണ്ടി വരുന്നത്. ആ വിമർശനത്തിൽ മറ്റുള്ളവർക്ക് ഹാലിളകിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ഒന്ന് നിയന്ത്രിക്കണം.
നമ്മളൊന്ന് സ്വയം നിയന്ത്രിക്കുമ്പോൾ എല്ലാം ശരിയാവും. ഇപ്പം അല്ലാണ്ട് ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരെ വന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ കുറേ ആൾക്കാരെ കേസ് കൊടുത്തു, കുറേ ആൾക്കാരെ പേര് കേസ് കൊടുത്തു. എൻ്റെ പേരിലൊക്കെ കേസ് കൊടുത്താൽ എനിക്ക് പ്രശ്നം, ഞാൻ വക്കീൽ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. അപ്പം പിന്നെ ഇവരെന്തോ പറയണം, ഈ കേസ് കൊടുക്കുന്ന പോലീസുകാരുടെ, ആ കേസ് എടുക്കുന്ന പോലീസുകാരുടെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. ഇന്നാളെ ചങ്ങനാശ്ശേരിയിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ ചീത്തയും വിളിച്ചോടിച്ച് കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ബിഷപ്പിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയ അവസ്ഥയിൽ നമ്മളൊക്കെ ജീവന അപായം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി